കൂട്ടുകാരെ എല്ലാവർക്കും ഹാരിയ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിലൊരു വിശേഷമുണ്ട്. എന്തൊരു വിശേഷമാണ്? നൂലേട്ട്. വാവേരെ നൂലേട്ട്. നമ്മുടെ അല്ലുമോളെ വാവയ്ക്ക് നൂലേട്ടാണ്. അല്ലുമോക്കൊരു അനിയത്തി കുട്ടി ഉണ്ടായി. ഇപ്പൊ അന്ന് അനിയത്തി കുട്ടിയുടെ നൂലുകെട്ട് ചടങ്ങാണ്. ചെറിയൊരു ഫംഗ്ഷനാണ്. ഒരു 10-20 പേരിനകത്ത് മാത്രം വരുന്ന ചെറിയൊരു ഫംഗ്ഷനാണ്. പിന്നെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇതുപോലെ അല്ലുമോളൊക്കെ വെച്ചിട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ചിലരൊക്കെ ചോദിക്കേണ്ടായി, ഈ അല്ലുമോള് അയ്പടിയിൽ കാണുന്ന കുട്ടിയല്ലേ? അതെ, അയ്പടിയിൽ കാണുന്ന കുട്ടിയാണ്. പിന്നെ അല്ലുമോളും ഞാനും തമ്മിൽ, അല്ലെങ്കിൽ നമ്മൾ ബന്ധുക്കളാണോ, എന്താണ് ബന്ധമെന്ന് ചോദിച്ചത്. ചെറിയൊരു ബന്ധമുണ്ട്. ചെറിയൊരു ബന്ധം എന്ന് പറയുമ്പോൾ അല്ലുമോളുടെ അമ്മ എൻ്റെ സഹോദരിയാണ്, എൻ്റെ സ്വന്തം സഹോദരിയാണ്. പിന്നെ സ്വന്തം സഹോദരിയുടെ സ്വന്തം മോളാണ് അല്ലുമോള്. നമ്മുടെ വീട്ടിലെ ആദ്യത്തെ കൺമണിയാണ്, എൻ്റെയും മോളാണ്. അതിനുശേഷമാണ് നമ്മുടെ ഋതുബേബി ഉണ്ടായത്. അപ്പോൾ ഇതാണ് ഞാനും അല്ലുമോളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇതാണ് അല്ലുമോളെ കോസ്റ്റ്യൂം. നമുക്കിനി നൂലുകെട്ട് ബേബി ഒന്ന് കണ്ടിട്ട് വരാം. സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്താണല്ലോ കരി വരയ്ക്കാൻ എളുപ്പം. അപ്പം അന്ന് ആദ്യമായിട്ടാണ് കരി വരയ്ക്കുന്നത്. ആ കർമ്മം ഞാൻ തന്നെ അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. വല്യമ്മ അതുമല്ല, നേരത്തെ തന്നെ അല്ലുമോള് എനിക്കാണ് ആ ഒരു ഓർഡർ തന്നിരുന്നത്. അതായത് വാവയുണ്ടായ വാവയ്ക്ക് കരി വരയ്ക്കുന്ന മുത്തമ്മയാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കരിയൊക്കെ വരച്ചപ്പോഴത്തേക്കും സുന്ദരിക്കുട്ടി ഏകദേശം കണ്ണൊക്കെ തുറന്ന് എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുവാവയ്ക്ക് ഡ്രസ്സെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഡ്രസ്സൊക്കെ ഇടുന്ന നേരത്തെല്ലാം കുഞ്ഞുവാവ വളരെ സോഫ്റ്റായിട്ട് തന്നെ എല്ലാവരോടും പെരുമാറിക്കൊണ്ടിരുന്നു. എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ആളുടെ സ്വഭാവമൊക്കെ ആകും. എങ്കിലും മറ്റുള്ളവരൊക്കെ വരുന്നതിന് മുമ്പ് പിന്നീട് സമയം കിട്ടിയില്ലെങ്കിലും എന്ന് കരുതി ഞാനും അല്ലുമോളും ഋതുബേബിയും ഒക്കെ ചേർന്ന് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അപ്പോഴത്തേക്കും അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ബന്ധുക്കളെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അമ്മ വിളക്ക് ഒരുക്കുന്ന പരിപാടിയിലേക്ക് തിരിഞ്ഞു. നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ച് നൂലുകെട്ട് ചടങ്ങ് തുടങ്ങി. അച്ചാമ്മയാണ് ചരടുകെട്ട് തുടങ്ങിയത്. അതിനുശേഷം അച്ഛനും അമ്മയ്ക്കും ഇടാനുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുത്തതിന് ശേഷം ബന്ധുക്കൾ ഓരോരുത്തരായി കൊണ്ടുവന്ന ഗിഫ്റ്റുകളൊക്കെ കുഞ്ഞുവാവയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. ഓരോരുത്തരായി വളയും ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ കുഞ്ഞുവാവയുടെ സ്വഭാവം ആകെ മാറി. അവളാകെ നല്ല കരച്ചിലായിരുന്നു. എങ്കിലും എല്ലാവർക്കും അവരവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് കുഞ്ഞുവാവയെ ഇടിപ്പിക്കണമല്ലോ. പൈസയൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ കുഞ്ഞിപ്പെണ്ണ് മിണ്ടാതിരിക്കുന്ന നോക്കിയൊക്കെ. അങ്ങനെ ഏകദേശം ചടങ്ങൊക്കെ അവസാനിച്ചു. ഇനി നമുക്ക് ഞം പരിപാടിയിലേക്ക് കിടക്കാം. രാവിലെ 8:30-ക്കും 9:00-നും ഇടയിലായിരുന്നു ചടങ്ങ്. അതുകൊണ്ട് തന്നെ ബീശപ്പവും ഗ്രീൻ പീസ് കറിയും മസാല പായസം, പോളി, പിന്നെ വടയും വെള്ളവുമായിരുന്നു നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ പന്തിയിൽ തന്നെ നമ്മുടെ ഋതുബേബിയും കൂട്ടുകാരും ഒക്കെ ഇരുന്നു. അതിനുശേഷം ഞാനും അമ്മയും കഴിച്ചു. ആദ്യം പ്ലേറ്റ് വന്നു, പിന്നെ വീശപ്പം, അതിനുശേഷം കടലക്കറി. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഇതാ വരുന്നു ഒരു ചൂടുവട, പിന്നെ വെള്ളം, പഴം, ബോളി, സേമിയ പായസം എല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചു. ഞം പരിപാടിയൊക്കെ കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിപ്പെടുന്ന പുതിയ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നല്ല സുഖം ഉറക്കമായിട്ട്. ഇന്നത്തെ നൂലിട്ട് വിശേഷം ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.